ഒരാഴ്ചയായിട്ട് എനിക്ക് മന്തി റൈസ് കഴിക്കാനൊരു കൊതി. അതിനെക്കുറിച്ച് ഞാൻ തീവ്രമായിട്ട് ആലോചിച്ചു. പല യൂട്യൂബ് ചാനലും കണ്ടു. അവസാനം എൻ്റേതായ ഒരു വേർഷൻ ഞാൻ കണ്ടുപിടിച്ചു. ഇതിലേക്ക് ഞാൻ 1.5 കിലോ ചിക്കനിലൊക്കെ എടുത്തിരിക്കുന്ന സ്കിന്നുണ്ട് ഫാറ്റ് കളഞ്ഞു. പിന്നെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന മസാലകളില്ലേ, അത് ഹോളായിട്ട് അത് ചേർത്ത് കൊടുത്തു. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് 10 പച്ചമുളക് ഉണ്ടായിരുന്നു, ഇച്ചിരി എരി വേണം, അത് ചതച്ചത്. പിന്നെ 2 ടേബിൾ സ്പൂൺ ഷാൻഡ് മസാല, മന്തി മസാല. പിന്നെ 2 ചെറിയ സവോള, ഒരു ക്യാപ്സിക്കം ഗ്രീൻ ബെൽ പെപ്പർ, ആവശ്യത്തിന് ഉപ്പും 1/2 കപ്പ് വെജിറ്റബിൾ ഓയിലും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. ഇതിനെ ഞാനൊരു 90% കുക്ക് ചെയ്യാനായിട്ട് വെച്ചു. സെയിം ടൈമിൽ ഞാൻ വേറൊരു അടുപ്പിൽ അരമണിക്കൂർ കുതിർത്ത ജീര റൈസ് 2 കപ്പ്. ജീര റൈസ് ഇല്ലെങ്കിൽ നമുക്ക് ബസ്മതി റൈസ് എടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ മസാലകൾ ഉപയോഗിക്കത്തില്ലേ ബിരിയാണിക്കുള്ള, ആ മസാലകളും അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഡ്രൈഡ് ലൈം എല്ലായിടത്തും അവൈലബിൾ അല്ല. ഞാൻ കണ്ടു ചിലർ ഫ്രഷ് ലൈം കട്ട് ചെയ്ത് ഉപയോഗിക്കുന്നത്, ഒരു ലെമണി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ്. അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് ബേ ലീഫ് ഇല്ലായിരുന്നു, ഉണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇതിനെ ഒരു 80% കുക്ക് ചെയ്തെടുക്കുക. നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ വാർത്ത് വെച്ചേക്കുന്ന നമ്മുടെ റെഡിയായ റൈസ് ഉണ്ടല്ലോ, 80% കുക്കായ റൈസ് മുകളിലത് കവർ ചെയ്തിടുക. ഇതിങ്ങനെ കവർ ചെയ്തിങ്ങനെ ഇട്ടിട്ട് ഞാൻ സ്വന്തമായിട്ട് എൻ്റെ സ്വന്തം പച്ചമുളക് 5-6 എണ്ണം ഇതിൻ്റെ മുകളിൽ പറിച്ചെടുത്ത് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ കുത്തി വെച്ചു. എന്തിനാണെന്നറിയോ, അത് വെന്ത് വരുമ്പോഴേ, അത് ആവിക്കിങ്ങനെ വെന്ത് വരുമ്പോൾ നമുക്ക് ആ ചിക്കൻ്റെ കൂടെ റൈസിൻ്റെ കൂടെ കഴിക്കാൻ നല്ലതാണ്. പിന്നെ ഞാൻ ചെയ്തത് കുറച്ച് ചൂട് പാലിനകത്തോട്ട് ഇച്ചിരി സാഫ്രൻ ഇട്ട് ഒന്ന് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒഴിക്കും. സാഫ്രൻ ഇല്ലെങ്കിൽ നമുക്ക് 2 നുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ചാർക്കോളും കത്തിച്ച് വെച്ച് അലൂമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്തു. ഒരു 15 മിനിറ്റ്സ് ഞാൻ അങ്ങനെ തന്നെ വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ, എൻ്റെ തവ എടുത്ത് വെച്ചിട്ട് അതിൻ്റെ പുറത്തോട്ട് ഈ പാത്രം വെച്ചൊന്ന് ഡബിൾ ബേക്ക് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ്സ് റെഡി ആയിട്ടുണ്ട്. കണ്ടിട്ട് കൊള്ളാം. ഇനി ഞാനൊന്ന് പാത്രത്തിലോട്ടൊന്ന് എടുക്കട്ടെ. നാട്ടിൽ നിന്ന് തിരിച്ചു വന്നിട്ട് അധികം വലിയ കുക്കിംഗ് ഒന്നും ഇല്ലാതിരിക്കായിരുന്നു. കാരണം ഞാൻ വന്നപ്പോഴേ എൻ്റെ ഇളയ പുത്രൻ എന്നോട് പറഞ്ഞു, അമ്മ പ്ലീസ് ഡോണ്ട് കുക്ക്, ഐ ക്യാൻ കൺട്രോൾ. ഇവിടെ എല്ലാവരും വർക്കൗട്ട് ചെയ്യുക, അതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനത്തെ ഫുഡുകളൊന്നും ഉണ്ടാക്കാറില്ല. എന്നാലും നമ്മൾ മനുഷ്യരല്ലേ, ബലഹീനനല്ലേ, വല്ലപ്പോഴുമൊക്കെ ഇങ്ങനെ തോന്നിപ്പോകത്തില്ലേ. ഈ ഒരു മെഡിറ്ററേനിയൻ സ്പ്രെഡ് ചെയ്യാൻ ലോങ്കോസിൽ നിന്ന് മേടിച്ചതാണ്. ഇതും കൂടെ കൂട്ടി കഴിക്കാമെന്നുള്ള ഇങ്ങനെ സ്വപ്നം കണ്ടിരിക്കാൻ തുടങ്ങിയിട്ട് കുറേ ദിവസമായി. അപ്പോൾ ഇതൊന്ന് പിടിച്ചു നോക്കട്ടെ. കൊള്ളാം, അടിപൊളി ടേസ്റ്റ് ഉണ്ട് കേട്ടോ. തീർന്നു, പ്ലേറ്റ് കാലി.